തെർമൽ കൺട്രോൾ ഇൻ സാറ്റലൈറ്റ് പ്രധാനമായും രണ്ട് ടൈപ്പാണ്, പാസീവ് തെർമൽ കൺട്രോൾ ആൻഡ് ആക്റ്റീവ്. പാസീവിൽ നാച്ചുറലായിട്ട് ടെമ്പറേച്ചറിനെ മാനേജ് ചെയ്യും. ഫസ്റ്റ് വൺ ആണ് തെർമൽ കോട്ടിംഗ്. നമ്മൾ കോട്ടിംഗ് കൊടുക്കുക. വൈറ്റ് പെയിൻ്റ് ആണെങ്കിൽ റിഫ്ലക്ട് സൺലൈറ്റ്, ഇപ്പോൾ പ്രിവെൻറ്റ് ഓവർ ഹീറ്റിംഗ്. ഇനി ബ്ലാക്ക് പെയിൻ്റ് ആണെങ്കിൽ അബ്സോർബ് ഹീറ്റ് ഇൻ ഷാഡോ ആൻഡ് വാം. മൾട്ടി ലെയർ ഇൻസുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കവേഴ്സ് ദ സാറ്റലൈറ്റ് ലൈക്ക് എ സ്പേസ് ബ്ലാങ്കറ്റ്, റൈറ്റ്. Heat pipes spread heat from hot components to cooler areas. Radiators emit excess heat into space. ആക്റ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എനർജി കൺസ്യൂമിങ് സിസ്റ്റംസ് ഉപയോഗിച്ച് ആക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്യാം ടെമ്പറേച്ചറിനെ. അതിൽ മെത്തേഡ്സ് വരുന്ന ഒന്ന് ഹീറ്റേഴ്സ് ആണ്, വേറൊന്ന് ലോവേഴ്സിൽ പറഞ്ഞാൽ അഡ്ജസ്റ്റബിൾ പാനൽസ് ആണ്. റേഡിയേറ്റ് നമുക്ക് ആവശ്യം ഉണ്ടാകുന്ന സമയത്ത് ഹീറ്റിനെ റേഡിയേറ്റ് ചെയ്യും, അഡ്ജസ്റ്റബിൾ പാനൽസ് ആണ്. വേറൊന്ന് പമ്പ്സ് ആൻഡ് ഫ്ലൂയിഡ് ലൂപ്സ് ട്രാൻസ്ഫർ ഹീറ്റ് ടു റേഡിയേറ്റേഴ്സിലേക്ക്. ഇലക്ട്രോണിക്സിൻ്റെ ഭാഗത്ത് നിന്ന് റേഡിയേറ്റേഴ്സിലേക്ക് ഹീറ്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന അതാണ് പമ്പ്സ് ആൻഡ് ഫ്ലൂയിഡ് ലൂപ്സ്. ഇനി ശ്രദ്ധിക്കാനുള്ള ഒരു പോർഷനാണ് മിറേർഡ് തെർമൽ റേഡിയേറ്റർ. അത് ആക്ച്വലി ഒരു പാസീവായ തെർമൽ കൺട്രോൾ മെത്തേഡാണ്. ഇതിന് രണ്ട് സൈഡാണുള്ളത്. മിറർ തെർമൽ റേഡിയേറ്ററിന് ഒരു സൈഡ് മിറർ സൈഡാണ്. ആ മിറേർഡ് സൈഡ് സൺലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്ത് ഓവർ ഹീറ്റിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യും. റെയർ സൈഡിൽ സാറ്റലൈറ്റിൽ ഇൻറ്റേർണലായിട്ട് ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റിനെ റേഡിയേറ്റ് ചെയ്യും, എഫക്റ്റീവായിട്ട് റേഡിയേറ്റ് ചെയ്യും. സോ ഇതൊരു പാസീവ് മെത്തേഡാണ് ആക്ച്വലി. പക്ഷേ HS-376 എന്ന സാറ്റലൈറ്റിൽ മിറർ തെർമൽ റേഡിയേറ്റർ ഒരു ആക്റ്റീവ് തെർമൽ കൺട്രോൾ മെത്തേഡാണ്. കാരണം ആ സാറ്റലൈറ്റിൽ HS-376 എന്ന സാറ്റലൈറ്റിൽ ഇത് മെക്കാനിക്കലി സ്റ്റിയേർഡ് ആണ്, അതിനൊരു മോട്ടോർ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ HS-376ൽ ഇതൊരു ആക്റ്റീവ് തെർമൽ കൺട്രോൾ മെത്തേഡാണ്. ഇനി നോർത്ത് സൗത്ത് പാനൽ ഉപയോഗിക്കുന്നത് ഒപ്റ്റിക്കൽ സോളാർ റിഫ്ലക്റ്റേഴ്സ് ആണ്, അതൊരു പാസീവ് മെത്തേഡാണ്. ഈസ്റ്റ് വെസ്റ്റ് പാനൽ ഉപയോഗിക്കുന്നത് മൾട്ടി ലെയർ ഇൻസുലേഷൻ, പാസീവ് മെത്തേഡാണ്. ഈ സോളാർ പാനലിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അതിന് രണ്ട് സൈഡ് ഉണ്ട്. ഫ്രണ്ട് സൈഡ് ഉണ്ട്, ഫേസസ് ദ സൺ, അബ്സോർബ് സൺലൈറ്റ്, ഫോട്ടോവോൾട്ടൈക് എഫക്റ്റ് വഴി ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യും. റെയർ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സണ്ണിനെ ഫേസ് ചെയ്യാത്ത ഭാഗം. ഓക്കെ, അവിടെ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നില്ല. പക്ഷേ ഈ ഇലക്ട്രോണിക് ഡിവൈസസ് എന്ന് വരുന്ന ഹീറ്റ് അക്യുമുലേറ്റ് ചെയ്യുന്നത് ഈ റെയർ സൈഡിലാണ്. സോ റെയർ സൈഡ് ഓഫ് ദ സോളാർ പാനൽ ബ്ലാക്ക് പെയിൻ്റ് അടിച്ച് ടു റേഡിയേറ്റ് എക്സസ് ഹീറ്റാണ്. അതൊരു പാസീവായ ടെമ്പറേച്ചർ കൺട്രോൾ മെത്തേഡാണ്. ഇനി എക്സ്ട്രീം കോൾഡ് കണ്ടീഷൻസിൽ ഈ റെയർ സൈഡ് ഓഫ് സോളാർ പാനൽസിലും ഹീറ്റേഴ്സ് ഓർ തെർമൽ ബ്ലാങ്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതൊരു ആക്റ്റീവ് കൺട്രോൾ മെത്തേഡാണ്. ഓക്കെ.